ಇವತ್ತಿನ ಈ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಚರಣೆ 78ನೇ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಚರಣೆ ಸಂಭ್ರಮದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಗ್ಗಟ್ಟಾಗಿ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಮುಂದಿನ ವರ್ಷ ಇದೇ ಥರ ನಾವೆಲ್ಲರೂ ಇದೇ ಥರ ಒಗ್ಗಟ್ಟಾಗಿ 79ನೇ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಚರಣೆಯು ಆಚರಿಸುವಂಥ ದೇವರು ನಮಗೆ ಭಾಗ್ಯ ಕರುಣಿಸಲಿ. ಅದೇ ರೀತಿ ಇವತ್ತು ಸೇರಿದ ಎಲ್ಲರಿಗೂ, ನಮ್ಮ ಖಾತೀಬ್ ಉಸ್ತಾದವರಿಗೂ ಹಾಗೂ ಗೌರವಾಧ್ಯಕ್ಷರಾದ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಅವರಿಗೂ ಹಾಗೂ ಸೇರಿದ ಎಲ್ಲ ನನ್ನ ಸ್ನೇಹಿತರು, ಹಿರಿಯರು ಎಲ್ಲರಿಗೂ ಒಂದೇ ವಾಕ್ಯಲ್ಲಿ ಧನ್ಯವಾದವನ್ನು ಹೇಳುತ್ತಾ ನನ್ನ ಈ ಭಾಷಣವನ್ನು ಕೊನೆಗೊಳಿಸಬೇಕು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്ന് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് 78ാമത്തെ കൊല്ലത്തിൻ്റെ സ്വാതന്ത്ര്യോത്സവമാണ്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ പല ആൾക്കാരും അവരുടെ കഴിവനുസരിച്ച് പല രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു ഇന്ന് അവരെ കാണാനും ഒന്നും നമുക്ക് സാധ്യമല്ല, ഒരു മണ്ണിൻ്റെ അടിയിലാണ്. അതുപോലെ നാമും പോകുന്നവരാണ്. എന്നാലും അവർക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പോരാടിയ ടിപ്പു സുൽത്താനും അതുപോലെ പല ആൾക്കാരും നമ്മളിൽ മഹാന്മാരുണ്ട്. അവരുടെ പേരിൽ പ്രത്യേകിച്ചിട്ട് നാം ഈ വർഷത്തിൻ്റെ ഈ പുതുക്കുന്ന ദിവസത്തിൽ നാം എല്ലാവരും ഓരോരു ഫാത്തിഹ ഓതി ഹദിയാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് അവർ പറഞ്ഞതുപോലെ ഇനിയുള്ള അടുത്ത കൊല്ലത്തിലും നല്ല നിലക്ക് നമുക്ക് ഇതുപോലെ ആചരിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله كفى والصلاة والسلام على رسوله المصطفى المستكملين الشرفاء أما بعد. ഏറ്റവും ആദരവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഏതായാലും 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ വർഷവും ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ ദിനം ഞങ്ങൾ ആചരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ വർഷമുള്ളവർ വരുന്ന വർഷത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാം അല്ലാഹുവിൻ്റെ ഖളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭ്രമത്തിൽ ഞാൻ ചിന്തിക്കേണ്ടതും ഞാൻ ഉൾക്കൊള്ളേണ്ടായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതാനും 2-3 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഏതായാലും ഈ ഇന്ത്യ രാജ്യം ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, ഈ രാജ്യസ്നേഹം എന്നുള്ളത് കേവലം ഒരു പേരിനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാജ്യസ്നേഹം എന്നുള്ളത് അത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അവ രാജ്യത്തെ സ്നേഹിച്ചില്ല എന്ന് വന്നാൽ അവൻ്റെ ഈമാൻ പരിപൂർണമല്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ രാജ്യസ്നേഹം എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, രാജ്യം, ഈ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഫോട്ടോ കീശയിൽ വെച്ചത് കൊണ്ടായില്ല, മറിച്ച് ഇന്ത്യയിലുള്ള ജനകോടി ആൾക്കാരെ, മുസ്ലിമുകളെ എന്നല്ല മനുഷ്യന്മാരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഒരു സംവിധാന രചന, ആ സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പദ്ധതികൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ആ സംവിധാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. ആ സംവിധാന രചന ആക്കുമ്പോൾ 285 വർഗത്തിലുള്ള മൈൻ നേതാക്കന്മാർ അവർ വിളിച്ചു. ഇന്ത്യയിലുള്ള 285 മുസ്ലിം, ഹിന്ദു ഇങ്ങനെയുള്ള ഓരോ പാർട്ടിയിലെ
285 ആൾക്കാരെ നേതാക്കളെ വിളിച്ചു ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ നീതി നിയമങ്ങൾ എഴുതിയ ഒരു പുസ്തകമാണ് വലിയത്. അംബേദ്കറിൻ്റെ കയ്യിൽ, അവൻ്റെ ഫോട്ടോ നോക്കിയാൽ കാണാൻ അവൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവും, അതാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസമാണ് ആ സംവിധാന രചന ആക്കാൻ വേണ്ടി പിടിച്ച സമയം. അപ്പോൾ അതിനെ രചനയാക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ് ഇതിൻ്റെ തുടക്കത്തിൽ കൊടുക്കേണ്ടത്? ബിസ്മി കൊടുത്താൽ അത് മുസ്ലിമീങ്ങളതാവും, ബാക്കി എന്തെങ്കിലും കൊടുത്താൽ അത് ബാക്കി മതക്കാരതാവും. അപ്പോൾ എന്താണ് അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കേണ്ടതെന്ന് ചർച്ച ചെയ്യപ്പോൾ വന്നതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യ രാജ്യത്തിൻ്റെ മക്കളാണ്. അതാണ് ആദ്യമായി കൊടുക്കേണ്ടത്. ആരും ആരുടെയും മതത്തിൻ്റെയോ പേരിൽ ഇവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും ഒന്നാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ മക്കളാണ് എന്നാണ് ആദ്യമായി അതിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 6.9 കോടി രൂപയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സംവിധാനം ഈ ലോകത്ത് വേറെ ഏത് രാജ്യത്തിനും ഇല്ല എന്നതാണ് പ്രസ്തുതം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യം നമ്മുടെ ഇത്രയും സെറ്റപ്പുള്ള, ഇത്രയും ഭംഗിയുള്ള ഒരുപാട് രാജ്യങ്ങൾ മുമ്പുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മണ്ണിൻ്റെ അടിയിലായി. ഇപ്പോൾ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും നല്ല രാജ്യമായി തിരഞ്ഞെടുത്തത് ഇന്ത്യ രാജ്യമാണ്. ആ രാജ്യത്തിന് അതുപോലെ കാക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അപ്പോൾ രാജ്യത്തിൻ്റെ ഇന്നുള്ള മനുഷ്യന്മാരെ കണക്ക് എടുത്തു നോക്കിയാൽ 145 കോടിയിലധികം മനുഷ്യന്മാർ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നാം മുസ്ലിമീങ്ങളായ നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജീവിക്കേണ്ടത് എന്ന് ഖുർആനിൽ അവൻ്റെ ജീവിതവും അവൻ്റെ ജനനവും മരണവും ഖിയാമത്ത് നാൾ വരെ വൺ സെറ്റപ്പിൽ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവൻ ഒരു മുസ്ലിം ആവണം. ഒരു മുസ്ലിമായാൽ അയാളുടെ ജീവിതം നോക്കിയാൽ മതി ഈ ഇന്ത്യ രാജ്യത്തിൽ എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വന്നാസി അജ്മഈൻ. അവൻ ബാക്കിയുള്ള മുസ്ലിമീങ്ങളിൽ, അതായത് എല്ലാ ജനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവളാണ്. അതായത് നമ്മൾ ഒരിടത്തേക്ക് പോകുമ്പോൾ, അതായത് നമ്മളെ കൊണ്ട് ഇനൊരാൾക്ക് ബുദ്ധിമുട്ടാവൂല എന്നുള്ള രീതിയിലാണ് നാം ഇവിടെ ജീവിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ അവനൊരു മുസ്ലിം ആവാൻ സാധിക്കുകയുള്ളൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവിതം, അങ്ങനെയുള്ള ചിട്ടകൾ ഇവിടെ കൊണ്ടുവരണമെന്ന് നമ്മുടെ ഗാന്ധിജി പോലും, ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് പോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ സ്ഥലമില്ലാതായപ്പോൾ ഒരു ചർച്ചിൻ്റെ ഒരു ഗവർണർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിസ്കരിച്ചില്ല. കാരണം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിവിടെ ഇന്ന് നിസ്കരിച്ചാൽ ഇത് നിങ്ങളുടെ ചർച്ചാണല്ലോ, നിങ്ങളുടെ ചർച്ചിൽ ഞാൻ ഇന്ന് നിസ്കരിച്ചാൽ വരും തലമുറകൾ അതിനെ മനസ്സിലാക്കി ഈ ചർച്ചിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളുടെ പള്ളിയിലേക്ക് നിങ്ങളുടെ ഈ ചർച്ചിനെ വിട്ടുതരണമെന്ന്, ഇവിടെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഈ ചരിത്രത്തെ ഗാന്ധിജി വായിച്ചുകൊണ്ട് പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഭരണാധികാരി, നീതിമാനായ ഭരണാധികാരി, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ ഈ ഇന്ത്യയിൽ വരാമെങ്കിൽ ഈ ഇന്ത്യ വൻ രാഷ്ട്രമായി മാറും. അപ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ ചിട്ടങ്ങളും എല്ലാ നിയമങ്ങളും എടുത്തു നോക്കിയാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തെ നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നീതിയും സമാധാനവും സാഹോദര്യത്തെയും മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഏത് കാര്യം എടുത്തു നോക്കിയാൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു പരിപാടി ഇസ്ലാമിലില്ല. അത് മനുഷ്യനാവട്ടെ സ്വന്തം ജീവിതത്തിലാവട്ടെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കാര്യം ഇസ്ലാമിലില്ല. കാരുണ്യത്തിൻ്റെ ബാബ് എടുത്തു നോക്കിയാൽ ഇസ്ലാമിൽ ഹജ്ജിൽ പോകുന്ന ഒരാൾ ജിമാഅ് ചെയ്താൽ, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ഒരാൾ ജിമാഅ് ചെയ്താൽ
അയാൾക്കുള്ള ശിക്ഷ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാൾ നോമ്പ് ഫസാദാക്കിയാലോ ഹജ്ജ് ഫസാദാക്കിയാലോ അതിൽ പറയുന്നത് നിങ്ങൾ 60 മിസ്കീന്മാർക്ക് കൊടുത്താൽ ഞാൻ ഈ കുറ്റത്തെ പുറത്തു തരാം അല്ലാഹു തആല പറഞ്ഞു. വലിയ കുറ്റമാണ് നോമ്പിനെ ഫസാദാക്കുക, ഹജ്ജിനെ ഫസാദാക്കുക എന്നുള്ളത്. അതിനുള്ള പരിഹാരം അല്ലാഹു തആല പറഞ്ഞത് 60 പാവപ്പെട്ട ആൾക്ക് നിങ്ങൾ എന്താക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഏത് മേഖലയിൽ ചിന്തിച്ചു നോക്കിയാലും കാരുണ്യം മാത്രം പഠിപ്പിക്കുന്ന ഇസ്ലാം. അതുപോലെ തന്നെ ജമാഅത്തിന് വരുന്ന വിഷയം എടുത്തു നോക്കിയാലും ഒരു കണ്ണ് കാണാത്ത ഒരാൾക്കും ജമാഅത്തിൽ വരാൻ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ ജമാഅത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും അതൊരു കണ്ണ് കാണാത്ത ആളായാലും വരണമെന്നാണ് ഷാഫി മദ്ഹബിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ നിന്റെ സഹോദരൻ അവിടെ രോഗിയായി കിടക്കുന്നുണ്ട്, ആ സഹോദരൻ പറഞ്ഞു നീ പോയാൽ എനിക്കൊരു വിഷമമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടം വന്നാൽ അവന് ജമാഅത്തു സുന്നത്തില്ല, ജമാഅത്തിന് വരേണ്ട ആവശ്യമില്ല എന്നാണ് ഷാഫി മദ്ഹബിൽ പഠിപ്പിക്കുന്നത്. ഏത് ശിക്ഷാ നടപടി എടുത്തു നോക്കിയാലും ഏത് ഇസ്ലാമിന്റെ രീതി എടുത്തു നോക്കിയാലും അതിൽ ഇനിയൊരാളെ സന്തോഷിപ്പിക്കുക, ഖൽബിൽ സുറൂറുൽ മുഅ്മിൻ ഫീ അസ്സുറൂറു ഫീ ഖൽബിൽ മുഅ്മിൻ, ഇനൊരു മുസ്ലിമിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, എങ്ങനെ അവനെ നമുക്ക് അടുത്താക്കാം, എങ്ങനെ അവനെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകാം എന്നുള്ള ചിന്ത മാത്രമാണ് ഇസ്ലാമിലുള്ളത്. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ സഹൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രോഗിയായി കിടക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ഈ ആരാധകനായ ഒരു മജൂസിയെ വിളിച്ചു പറഞ്ഞു, ഏ മജൂസി, എൻ്റെ അപ്പുറത്ത് റൂമിലൊന്ന് നിങ്ങൾ പോവണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പോയി വരൂ, പിന്നീട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയൽവാസിയായ ആ മജൂസി സഹൽ റളിയല്ലാഹു അൻഹു കിടക്കുന്ന അപ്പുറത്ത് റൂമിൽ പോയി വന്നപ്പോൾ ആ റൂമിൽ ഒരു പാത്രം ഇങ്ങനെ വെക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഇറ്റുന്നുണ്ട്. വെള്ളം വരുന്നത് ഈ പുറത്തു നിന്നുള്ള ഒരു പൈപ്പിലൂടെയാണ് വരുന്നത്. അങ്ങനെ ആ മജൂസിയായ മനുഷ്യൻ തിരിച്ചു വന്ന് സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ റൂമിലൊന്നും കാണുന്നില്ലല്ലോ, ഒരു വേസ്റ്റുള്ള ഒരു പാത്രം മാത്രം കാണുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 വർഷമായി അയൽവാസിയായ നിങ്ങളുടെ ഡ്രെയിനേജ് പൊട്ടി, അതായത് ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളം പൊട്ടി എൻ്റെ വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. 10 വർഷമായി ഞാൻ സുബഹിക്ക് ആ പാത്രം അവിടെ വെക്കും, രാത്രിയാകുമ്പോൾ ആ പാത്രം ഫുള്ളാവും, രാത്രി ഞാൻ കടന്നുറങ്ങുമ്പോൾ ആ പാത്രത്തിലുള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്, ഇതെന്തേ എന്നോട് പറയാത്തെന്ന് ചോദിച്ചപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 വർഷം എൻ്റെ ആഫിയത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഈ 10 വർഷത്തിൽ ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വിഷമമായി പോവോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയാനുള്ള കാരണം എൻ്റെ ആഫിയത്ത് പോയിട്ടുണ്ട്, ഞാൻ മരണാസന്നത്തിലാണ്, മരണവേദയുള്ള രോഗത്തിലാണ് ഞാൻ ഇവിടെ കടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രോഗത്തിൽ ഞാൻ ഇവിടെ മരിച്ചു പോയാൽ ഈ വീട്ടിൽ എൻ്റെ അനന്തരക്കാരായ മക്കളോ മരുമക്കളോ ആയിരിക്കും വരുന്നത്, അവർ ഈ ബുദ്ധിമുട്ടിനെ തടക്കൂല, പിന്നെ നിങ്ങൾക്കും ഇവർക്കും കലഹങ്ങളായി നിങ്ങൾക്ക് വിഷമമായി പോവോ എന്ന് പേടിച്ചിട്ടാണ് ഇന്ന് പറയാനുള്ള കാരണമെന്ന് സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും അയൽവാസിയാവട്ടെ ഇനൊരു മുസ്ലിമിനാവട്ടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടില്ല. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3 കാര്യം ഡേഞ്ചറാണ്. 3 കാര്യം എല്ലാവരും സൂക്ഷിക്കണം. ആ ഡേഞ്ചറായ 3 കാര്യത്തെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ യഥാർത്ഥമായ ഒരു മുസ്ലിമാവും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കിബറിനെ നിങ്ങൾ സൂക്ഷിക്കുക. കിബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇതൊരു മനുഷ്യനെ താന്നിട്ടായി കാണലാണ് കിബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കിബറിനെ നിങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം. കാരണം ജനങ്ങളെ നിസ്സാരമാക്കുക എന്നുള്ളത് ഒരു അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായാൽ തൗബ കൊണ്ട് സ്വീകരിക്കാൻ പറ്റും. തൗബ സ്വീകരിച്ചാൽ അള്ളാഹു താല അതിനെ പുറത്തു തരും. പക്ഷെ ഇതിനൊരു മുസ്ലിമിനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചു എന്ന് കണ്ടാൽ അതിന് അള്ളാഹു താല പുറത്തു തരൂല. അത് അവനോട് തന്നെ പോയിട്ട് എന്താക്കണം, മാപ്പ് ചോദിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കിബറിനെ സൂക്ഷിക്കുക. കാരണം സ്വർഗത്തിൽ
എല്ലാ മലക്കുകളുടെയും നേതാവായിട്ടുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പുറത്താക്കപ്പെട്ടത് ഒരു കിബറിന്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക? കിബറിനെ സൂക്ഷിക്കുക. പിന്നെ ജനങ്ങളെ നിസ്സാരമായി കാണുക എന്നുള്ളതും കിബറിന്റെ ലക്ഷണമാണ്. ഒരു ജനങ്ങളെയും, ഒരു മനുഷ്യൻ, അത് ഞങ്ങളാട്ട് ചെറിയ ആളാവട്ടെ ഞങ്ങളാട്ട് വലിയ ആളാവട്ടെ, നിസ്സാരമായി കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ 3 മക്കളായിരുന്നു, ഹാം, ഷാം, യാഫീസ് എന്ന മൂന്ന് മക്കൾ. ആ 3 മക്കൾ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഹാമും ഷാമും ഉള്ളിലൊരു തിരക്കിലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം സൈഡിൽ ഉറങ്ങിയിട്ടുണ്ട്. യാഫീസ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാറ്റടിച്ച് വീശുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ തുണിയൊന്ന് അല്പം ഇങ്ങനെ മാറിയപ്പോൾ യാഫീസ് നോക്കി ചിരിച്ചു. ഉപ്പാന്റെ തുണി മാറിയിട്ട് ഔറത്ത് കണ്ടപ്പോൾ യാഫീസ് നോക്കി ചിരിച്ചു. പൊട്ടിച്ചിരിച്ചപ്പോൾ ഉള്ളിലുള്ള ഹാമും ഷാമും പുറത്തു വന്ന് ചോദിച്ചു, എന്താണ് കാര്യം? നോക്കുമ്പോൾ യാഫീസ് ബാപ്പാന്റെ ഔറത്ത് കാണുന്നത് നോക്കി ചിരിക്കുകയാണ്. അപ്പോ ഈ ഹാമിനും ഷാമിനും വിഷമമായി. ബാപ്പാന്റെ തുണിയൊന്നിങ്ങനെ മൂടിയപ്പോൾ ബാപ്പ ഉണർന്നു ചോദിച്ചു, എന്താണ് മക്കളെ? അപ്പൊ പറഞ്ഞു, മൂത്തച്ഛൻ ചിരിക്കുന്നുണ്ട്, നിങ്ങൾ ഔറത്ത് കണ്ടത് കൊണ്ടാണെന്ന്. അപ്പോ ഈ നൂഹ് നബി അലൈഹി സ്വലാമിനെ നിസ്സാരമാക്കിയത് കൊണ്ട് സ്വന്തം മോനി നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞുപോയി, നിന്റെ സന്താനങ്ങൾ മുഴുവനും കറുത്ത ആളാകുമാറാകട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞത് മുതലാണ് ഈ ലോകത്ത് കറുത്ത വംശം എന്ന് വരുന്നത്. ആഫ്രിക്കൻ നാട്ടിലുള്ള കറുത്ത മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കറുത്ത മനുഷ്യന്മാർ വന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥന മുതലാണ്. അപ്പോൾ ഒരു മനുഷ്യനെയും ഞങ്ങൾ എന്താക്കരുത്, ഏത് വിഷയത്തിലാണെങ്കിലും നിസ്സാരമാക്കുക എന്നുള്ളത് ഈ ഇസ്ലാമിലില്ല. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാകുമൽ ഹിർസ, അതിമോഹം എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കണം. കാരണം ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തആല ഭൂമിയിലേക്ക് ഇറക്കാനുള്ള ഒരു കാരണവും അതിമോഹമായിരുന്നു. അള്ളാഹു തആല ഈ മരത്തിലുള്ള പഴം നിങ്ങൾ കഴിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അതിമോഹം കൊണ്ട് ആദം നബി അലൈഹി സ്വലാം കഴിച്ചുപോയി. ആ അതിമോഹം എല്ലാത്തിനും കാരണമാണ്. അപ്പോൾ ഒന്നാമതായി കിബർ, രണ്ടാമതായി അതിമോഹം നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇയ്യാകുമൽ ഹസദ, നിങ്ങൾ ഹസദിനെ സൂക്ഷിക്കുക. ഹസദ് നിങ്ങളെ ചീത്തയാക്കി കളയും. അപ്പോൾ ഹസദിനെ നിങ്ങൾ എന്താക്കണം? സൂക്ഷിക്കണം. അസൂയ എന്നുള്ളത് വലിയൊരു തെറ്റാണ്. കാരണം ഈ ലോകത്ത് ആദ്യമായി രക്തം ചിന്തിയത് അസൂയയുടെ കാരണം കൊണ്ടാണ്. ആബീൽ ഹാബീൽ അവിടെ ഗലാട്ടായി കൊന്നത് ഒരു അസൂയയുടെ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അസൂയകളും ബാക്കിയുള്ള കിബറും ഇതെല്ലാം മനുഷ്യനെ നശിച്ചു കളയും. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അതിനെല്ലാം സൂക്ഷിക്കുക. ഒരു മനുഷ്യൻ ആരോഗ്യമായി ഇരിക്കണമെങ്കിൽ ഈ ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ആരോഗ്യം എന്ന് പറഞ്ഞാൽ തന്നെ സയൻസ് പഠിപ്പിക്കുന്നത് കേവലം ഒരു പനിയില്ലാതിരിക്കലോ അല്ലെങ്കിൽ തലവേദന ഇല്ലാതിരിക്കലോ ചീത്ത ചമ്മ അങ്ങനെ ഇല്ലാതിരിക്കലോ അല്ല ഒരുത്തൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ. ആരോഗ്യമെന്നാൽ ഒന്ന് സ്വന്തം ശരീരം, അതായത് പനി അങ്ങനെയുള്ളതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം. രണ്ടാമത് ഞങ്ങളുടെ ചിന്തയും അങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം. ചിന്തയിൽ ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും കുറിച്ച് അസൂയകളോ ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് ഒരു ആരോഗ്യവാന് എന്ന് സയൻസും പറയൂല, ഇസ്ലാം ദീനും പറയൂല. അപ്പോൾ എല്ലാ നിലക്കും ആരോഗ്യവാനായി നല്ലതുപോലെ ജീവിച്ചാലേ ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാവും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നല്ല, ഇങ്ങനെ ഫ്ലാഗ് ഉയർത്തി അതിൽ മിഠായി കൊടുത്ത് സംഭ്രമിക്കുന്ന ഒരു കാര്യമല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾക്ക് എങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടാക്കാതിരിക്കുക, ഇന്നൊരാൾക്ക് എങ്ങനെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ, ഇസ്ലാമിൽ പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച പാതയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ സ്വാതന്ത്ര്യം വരും എന്നതിൽ ഒരു സംശയമില്ല. ഇസ്ലാമിൻ്റെ ഭരണം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കളവ് നടത്തൂല, വ്യഭിചാരം നടത്തൂല, ഇങ്ങനെയുള്ള ഒരു സംഭവവും ഈ നാട്ടിൽ നടക്കൂല. അല്ലാഹു തആല ഞങ്ങളുടെ ഇടയിൽ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.